ഡോക്ടർ ജ്യോതിയാണ് JDS ഹോം കെയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചർമ്മത്തിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. ഫംഗസ് സാധാരണയായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ കടക്കണമെങ്കിൽ നമ്മൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആയിരിക്കണം, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആയിരിക്കണം, അതായത് പ്രതിരോധ ശക്തി കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവണം. അങ്ങനെ മാത്രമേ ഫംഗസ് നമ്മുടെ ശരീരത്തിൽ കയറാനും വളരാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. നമ്മൾ നല്ല പോലെ വ്യക്തി ശുചിത്വം പാലിക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് എപ്പോഴും നമ്മുടെ സ്കിൻ ഫോൾസിൽ സ്കിന്നിലുള്ള ഇടുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടുവരാറുള്ളൂ. അതായത് തൊടയിടുക്കിൽ, കക്ഷത്ത്, അതും അല്ലെങ്കിൽ സ്ത്രീകളുടെ ബ്രസ്റ്റിനിടയിൽ, യോനി തടത്തിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. വട്ടച്ചൊറി, വളങ്കടി, അതും അല്ലെങ്കിൽ സ്കാൽപ്പിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, വായിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്, അതും അല്ലെങ്കിൽ യോനി തരത്തിലുണ്ടാകുന്ന കാൻഡിഡിയാസിസ്, അതും അല്ലെങ്കിൽ കുഴിനഖം, ഇതൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്. ഇതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ, അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇമ്മ്യൂണോ സപ്രസൻറ്റ് ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പരമാവധി ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ വ്യക്തി ശുചിത്വം പാലിക്കാൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈർപ്പം തങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുക. ശരീരത്തിൽ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് വേർക്കുന്ന കണ്ടീഷൻസ് ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇനി വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ചർമ്മ രോഗങ്ങളുണ്ടെങ്കിൽ, ഫംഗൽ രോഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് ശരിയായ ചികിത്സ നൽകുക. അവരുടെ വസ്ത്രങ്ങളോ അവരുപയോഗിക്കുന്ന സാധനങ്ങളോ പങ്കിട്ട് ഉപയോഗിക്കാതിരിക്കുക. നമ്മളുടെ വസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കുക.